ഇവിടെ കുറച്ച് ബജി ഇരിക്കുന്നു. എന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടാൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് എന്തുവാ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിപ്പം അറിയത്തില്ല. എങ്കിലും നമുക്കൊന്ന് നോക്കാം അതെന്താന്ന്. പിന്നെ ഞാനേ എൻ്റെ ലിസ്റ്റ് ക്രമമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസസ് കുറവാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് കട്ടായി പോകാം കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുക. പിന്നെ പറയാനുള്ളത് അവസാനം സമയമുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ അപ്പോഴേ പിന്നെ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ക്രമമായിട്ട്. ഇത് ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇത്രയും കണ്ടാൽ മതി. ഇത് ആദ്യത്തേത് പപ്പായ ഫസ്റ്റ് കണ്ടല്ലോ. ഇത് പപ്പായ, ചെറിയ പപ്പായ വീട്ടിലുണ്ടായത് ഞാനിങ്ങനെ വട്ടത്തിൽ മുറിച്ചതാണ്. പിന്നെ ചേനത്തണ്ട്, അതും ഒരു ചെറുതായിരുന്നു കേട്ടോ, അത് വട്ടത്തിൽ മുറിച്ചത്. അത് സെക്കൻഡ് കേട്ടോ. തേർഡ് ഇരിക്കുന്നത് ഇപ്പം കാണിക്കുന്നത് പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് വാഴക്കൂമ്പ്. ഈ വാഴക്കൂമ്പ് പിന്നെ ഞാൻ വട്ടത്തിലങ്ങ് മുറിച്ചാണ് കേട്ടോ. കനം കുറഞ്ഞ ഇതായിരുന്നു കേട്ടോ, ഒത്തിരി വലുതല്ല. പറഞ്ഞാൽ പൊളിച്ച് പോയതാണ്. പിന്നെ 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 അടുത്തത് പിന്നെ അത്തിക്കായ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഏതാണ് അത്തിക്കായ? അത്തിക്കായ ഇതാണ് കേട്ടോ. ഞാൻ തൊട്ട് കാണിക്കാം. പിന്നെ ഇത് ലാസ്റ്റ് കാണുന്നത് പനിക്കൂർക്കയാണ്. അപ്പം പനിക്കൂർക്ക, പിന്നെ അത്തിക്കായ, വാഴക്കൂമ്പ്, ചേനത്തണ്ട്, പിന്നെ പപ്പായ. അപ്പം ഇതെല്ലാം ഒരേ മാവിൽ ഒരേ ഇത് പൊക്കിയതാണ്. കാണുമ്പോൾ എല്ലാം റൗണ്ടായിട്ടിരിക്കുന്നു. എന്തുവാന്ന് ഈ സത്യത്തിൽ ഞാനും ഈ ലിസ്റ്റ് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. എനിക്കും അറിയത്തില്ല കേട്ടോ. ഇതിനോട് മുട്ട പുഴുങ്ങി ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഇതുപോലെ ഇത് ഞാൻ ചെയ്തപ്പം ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പല പച്ചക്കറികളും ഒക്കെ നമുക്കിങ്ങനെ മുക്കി വറക്കാം കേട്ടോ. അപ്പം ഞാനേ പറയാൻ കാരണമേ ഇത് കാണുമ്പോൾ ഒരേ ഷേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ പിള്ളേർക്ക് എന്തെല്ലാം സാധനങ്ങളാണ് ബേക്കറിയിൽ പോയി വാങ്ങുന്നത്. അതിനൊക്കെ എന്തെല്ലാം ഇതിനകത്ത് സോഡാക്കാരം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയാൽ ഒന്ന് പൊങ്ങാൻ വേണ്ടി അതൊന്ന് നല്ലൊരു പൊലിപ്പുണ്ടാകാൻ അല്ലെങ്കിൽ ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടി അവർ സോഡാക്കാരമൊക്കെ ചേർക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി എന്തിനെല്ലാം ചേർക്കുമെന്നുള്ളത് നമുക്കറിയത്തില്ല. അതുപോലെ വറുത്ത എണ്ണയിലൊക്കെ വറുത്ത് വെക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം എണ്ണ വറുത്തതാണ് ഇഷ്ടം. അപ്പം ഞാനിത് എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പിള്ളേർ 4 മണിക്ക് വരുമ്പോഴത്തേക്ക് അമ്മമാരെ കുറേ സീരിയലൊക്കെ ഒന്ന് കുറച്ച് സമയം ഇതിനൊക്കെ ഇരുന്നാൽ എന്തെങ്കിലും ഒന്ന് വറുത്തൊക്കെ കൊടുത്താൽ അവർക്ക് വലിയ ദോഷമില്ല. ഇതും എണ്ണ വറുത്തത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പച്ചക്കറി എല്ലാം കൂടെ ആകുമ്പോൾ അത് പിന്നെ കുഴപ്പം ഇല്ല കേട്ടോ. പച്ചക്കറി ഉള്ളിലെത്തും. പിന്നെ കടലമാവൊന്നും കുഴപ്പമുള്ളതല്ലല്ലോ. എണ്ണ നല്ലതാണെങ്കിൽ അതും കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി എണ്ണയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഇതേത് കുഞ്ഞുങ്ങൾ 4 മണിക്ക് വരുമ്പോൾ ഒരുവിധം കുഞ്ഞുങ്ങളെല്ലാം ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ അവർക്കൊന്ന് തിന്നാൻ തോന്നും കേട്ടോ. അതുകൊണ്ട് ഈ ബേക്കറി സാധനം, ബിസ്ക്കറ്റ്, മറ്റ് സാധനങ്ങൾ എന്തെല്ലാമാണ് പിന്നെ അവിടെ എന്തെല്ലാം തരം ബിസ്ക്കറ്റുകൾ എന്തെല്ലാമാണ്. ഇതെല്ലാം അല്ലേ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കി വാങ്ങിക്കൊടുക്കുന്ന. എളുപ്പമുണ്ടല്ലോ. അങ്ങോട്ട് ചെന്നാൽ എന്തോ വേണേലും പൈസ ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവില്ല. വിവിധ ഭരണികൾ വിവിധ തരത്തിൽ എന്തെല്ലാമോ ഇരിപ്പുണ്ട്. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് പിള്ളേരെ കൊണ്ട് വരുമ്പോൾ അവരത് വേണമെന്ന് പറയും, അത് വാങ്ങിക്കൊടുക്കും. ഇത് വേണമെന്ന് പറയുമ്പോൾ ഇത് വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വയറ്റിലെ ഇൻഫെക്ഷന് അതും ഇതുമൊക്കെ ഉണ്ടായിട്ട് എന്തെല്ലാം പിന്നെ അവരുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒന്നും അത് കൊള്ളിയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, എന്തും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇത്രയല്ലേ കാണിച്ചുള്ളൂ. എൻ്റെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വല്ലതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതും ചെയ്തേനെ കേട്ടോ. വസളച്ചീര ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആരാണ്ടൊരു ഗസ്റ്റ് വന്നപ്പം ഈ പനിക്കൂർക്കയും വസളച്ചീരയും കൂടെ വറുത്ത് കൊടുത്തു. അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ആദ്യമായിട്ട് വീട്ടിൽ വന്നാൽ അതാരാന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ വന്നിട്ടില്ല, ആരുടെയോ കൂടെ വന്നതാണ്. അപ്പം ആര് വന്നാലും ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടില്ലേ നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇച്ചിരി മാവ് കലക്കി ഇതൊക്കെ വീട്ടിലപ്പോൾ എല്ലാം സ്റ്റോക്ക് വേണം. അതൊരു പിന്നെ ടിപ്പാണ്. ഇത് ഉണ്ടാക്കാൻ നേരത്തല്ല സാധനത്തിന് പോകുന്നത്. ഇതിപ്പം കടൽമാവൊക്കെ ഫ്രിഡ്ജിലിരുന്നാണ് കേട്ടോ. കായം വേണം, പിന്നെ മുളക് പൊടിയൊക്കെ വീട്ടിലുണ്ടല്ലോ. ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് കാട്ടിച്ച് അല്ലെ അവർ വരുന്ന സാധനം ഇപ്പോൾ എല്ലാവരും ഫോൺ ചെയ്തേ പറയുള്ളൂ. പെട്ടെന്നൊന്ന് എടുത്ത് റെഡിയാക്കി വെച്ചാൽ വറുത്ത് ചൂടോടെ അങ്ങ് കൊടുക്കാം കേട്ടോ. അപ്പം വെറുതെ ബേക്കറിയിലൊക്കെ കൊണ്ട് പൈസ കൊടുക്കണ്ട. ഒന്നുകൂടെ പപ്പായ, ചേനത്തണ്ട്,
പിന്നെ എന്തുവാ വാഴക്കൂമ്പ്, അത്തിക്കായ, പനിക്കൂർക്ക. പിന്നെ മീനിൻ മാവ് മുക്കി വറക്കാൻ കേട്ടോ. ഞങ്ങൾ പണ്ട് കാഞ്ഞങ്ങാട് ഇരിക്കുമ്പോഴേ അവിടെ ചെറിയ മത്തി കിട്ടുമ്പോൾ അവർ മൈദമാവാന്നോ അരിപ്പൊടിയാണെന്നൊന്നും എനിക്കറിയില്ല, മുളകുമൊക്കെ ആദ്യം പുരട്ടി വെക്കും, എന്നിട്ട് ഏതാണ്ട് മാവിലൊക്കെ കൂടെ മുക്കി അങ്ങ് വറക്കും. ഞാനോർത്ത് അങ്ങനെ മീൻ മറക്കാനായിട്ട് എൻ്റെ മീൻ ഇവിടെ എടുത്ത് വെച്ചതാണ്. കാരണം അത് കടിച്ച് അങ്ങനെ അങ്ങ് തിന്നാം. പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് ഈ മാവിൽ തന്നെ മുക്കിയാൽ നല്ലതാണ്. ഈ മാവ് ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴേക്ക് തീർന്നു പോയി, അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി ഉണ്ടാക്കിയില്ല. അയ്യോ സോറി, ഞാനിത് പറയരുതെന്ന് വിചാരിച്ചാൽ എന്തുവാണെന്ന്. ഓക്കെ, ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണെന്ന്.